അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. കാൻ കരിക്കോട് സാറിൻ്റെ നമ്മുടെ മനഃശാസ്ത്രത്തിലൂടെ വിവാഹബന്ധം എങ്ങനെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാം, അതാണ് നമ്മൾ ചർച്ച വരുന്നത്. അൽഹംദുലില്ലാ. ഇന്ന് സാറേ നമുക്ക് ചോദിക്കേണ്ടത്, നവദമ്പതികൾ ആദ്യമേ ജീവിതത്തിൽ കടന്നു വരുമ്പോഴേ അവരുടെ സംസാരം വളരെ ശബ്ദം കുറച്ചായി സംസാരിക്കും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ശബ്ദം അങ്ങനെ കൂടി വരുന്നു. അപ്പൊ അതിനെപ്പറ്റി സാറിന്റെ അഭിപ്രായം എങ്ങനെയാണ്? ഒന്ന്, വിവാഹബന്ധത്തിന്റെ ആദ്യ നാളുകളിലെ ഇരുവരും മറ്റേ ആളെ കെയർ ചെയ്യാന്ന് വെച്ചാൽ ശ്രദ്ധിക്കും. ആളിനൊന്നും തോന്നരുത്. അപ്പൊ നമ്മുടെ നല്ല കാര്യങ്ങൾ, നല്ല വശം മാത്രമേ പങ്കാളിക്ക് കുത്തുള്ളൂ. അത് ആ മധുവിധ കാലങ്ങളിൽ എന്ന് പറയുന്നത്, മധുവിധ കാലം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത, പങ്കാളി എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം ക്ഷമിക്കും. പക്ഷെ ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് ആ പറയുന്ന ഒന്നും ക്ഷമിക്കാതെ ഇപ്പം അതത്രയും കാണത്തില്ല. കാരണം ഇപ്പം നേരത്തെ പരിചയപ്പെടുന്നതുകൊണ്ട് അത് കാണത്തില്ല. അപ്പോൾ കുറച്ചുകൂടെ കുറയും. അപ്പോൾ നേരത്തെ അങ്ങനെ നേരത്തെ 6 മാസം വരെ പോകുമായിരുന്നു. ആദ്യത്തെ 6 മാസം കാലം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവില്ല. അവരുടെ ആളുകളുടെ വീക്ക്നെസ് എന്ന് വെച്ചാൽ പോരായ്മകളൊക്കെ മനസ്സിലാവും. ഇപ്പം നേരത്തെ മനസ്സിലാവും. അപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ, ഇപ്പോൾ എന്ത് പറ്റും, തൻ്റെ ഭാഗം ജയിക്കണം. അതിനെന്താ അറിയോ, ചിലർ ശബ്ദം ഉയർത്തി സംസാരിക്കും. ശബ്ദം ഉയർത്തി സംസാരിച്ചാൽ എനിക്കത്ര മേധാവിത്വം ഉണ്ട്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അപ്പോൾ അങ്ങനെ പറയുമ്പം അല്ലെങ്കിൽ ഒരിച്ചിരി ഭയപ്പെടുത്തട്ടെ. അപ്പോൾ ഭയപ്പെടുത്തുമ്പം ഇങ്ങോട്ട് പറയുന്ന ആൾ സൗണ്ട് കുറച്ചായിരിക്കും. ഒരു സ്ത്രീ ആണെങ്കിൽ സൗണ്ട് കുറച്ചേ പറയത്തുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നതാണ് കേൾക്കണം, ഞാൻ പറയുന്ന കേട്ടാൽ മതി എന്നുള്ള രീതിയിലുള്ള സംസാരം ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും, അവിടെ ആ ബന്ധം അങ്ങോട്ട് മുറിയാണ്. ബന്ധം മുറിയെന്ന് വെച്ചാൽ അവരുടെ മനസ്സിലെന്ന് പറയുന്നു, ഇത് ഞാൻ ഉദ്ദേശിച്ച ആളല്ല, ഇത് ഞാൻ ഉദ്ദേശിച്ച ഇതല്ല, അല്ലെ ഞാൻ ഉദ്ദേശിച്ച ഈ എല്ലാം പറയുന്നെങ്കിലും അവരുടെ മനസ്സിൽ നമ്മളോട് പറയാതെ ഒരു വെറുപ്പുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ചിലരൊക്കെ വ്യക്തിപരമായ പരാമർശം നടത്തും. നിൻ്റെ വാപ്പ അങ്ങനല്ലേ, നിൻ്റെ ഉമ്മ അങ്ങനല്ലേ, നിൻ്റെ അനിയത്തിയല്ലേ അങ്ങോട്ട് പോയത്, നിൻ്റെ മറ്റവരൊക്കെ എങ്ങനാ എന്നൊക്കെ അങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് അവരിത്രയും കാലം അവരുടെ സ്നേഹത്തും ലാളനയിൽ വളർന്നതാണ് ഈ കുഞ്ഞ്. അവിടെയൊക്കെ ആ സ്നേഹലാളനയിൽ വളർന്ന അവരെയൊക്കെ കളിയാക്കിയും കുറ്റപ്പെടുത്തിയും സംസാരിക്കുമ്പോൾ ഈ മനസ്സ് സഹിക്കത്തില്ല. പക്ഷെ അന്നേരം പറയില്ല. കാരണം ഈ വാപ്പ എത്ര കഷ്ടപ്പെട്ടാണ് ഈ മോളെ കെട്ടിച്ചങ്ങോട്ട് വിട്ടത്. അത് അവരുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നത്തോടെ വിട്ടത്. അതെ. അപ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാക്കാൻ ഈ പെൺകുട്ടികൾ ചിലപ്പം പരമാവധി ക്ഷമിക്കും. പക്ഷെ എന്ത് പറ്റും, ഈ കളിയാക്കല്, നീ എപ്പോഴും മണ്ടത്തരവേ പറയൂ. പെൺകുട്ടി മണ്ടത്തരം പറയുന്നത് ചിലപ്പോൾ ഈ പയ്യനായിരിക്കാം. പക്ഷേ ഈ പറയുന്നത് എന്താണ്, നീ എപ്പോഴും മണ്ടത്തരവേ പറയൂ. അത് മുൻവിധിയോടെ ഇങ്ങനെ മുൻവിധിയോടെ സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ഉൾക്കൊള്ളാനൊക്കത്തില്ല. ആ പെൺകുട്ടി ഒരു വില കൊടുക്കണം. ഏത് കാലത്തായാലും ഇനിയും നമുക്ക് എൻ്റെ ഭാര്യ മറ്റുള്ളവരുടെ മുമ്പിൽ വില വേണമെങ്കിൽ ഇങ്ങനെ മണ്ടിന്ന് വിളിച്ചാൽ മണ്ടിയായി പോകും, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ചില പണ്ട് ചെയ്ത തെറ്റ് ഇപ്പോൾ എവിടെയെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, പണ്ടങ്ങോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എടുത്ത് പറയും. അപ്പോൾ അങ്ങനെ ഈ ആ രംഗം അങ്ങ് വഷളാക്കുന്ന ഒരു സ്വഭാവമാണ് കാണുന്നത്. അതുപോലെ തന്നെ വ്യക്തിപരമായി ആക്രമിച്ച് തൻ്റെ വരുതിയിൽ വരുത്തുന്ന ആ രീതികളൊന്നും ഒരിക്കലും ശരിയല്ല. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം കൂടെ തന്നെ, ഇത്തരം കാര്യങ്ങളാണ് കുടുംബങ്ങളിൽ കുഴപ്പമുണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിയണം. അതെ. നമ്മളതുകൊണ്ട് ആ കാര്യങ്ങൾ തന്നെ എടുത്തു പറയുന്നതിൻ്റെ കാര്യം. അതെ. ഇതിനകത്തു നിന്നുള്ള വിഷയം എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തുനിന്നും ഇതുണ്ടാവാമല്ലോ. ഭാര്യയുടെ ചിലപ്പം മേൽക്കൈ ചിലപ്പോൾ ചില വീടുകളിൽ ഭാര്യയ്ക്ക് ആയിരിക്കും, അത് ഭർത്താവിനായിരിക്കത്തില്ല. ചില വീടുകളിൽ ഭർത്താവിനായിരിക്കും. അതെ. കാരണം ഈ സംസാരത്തിന്റെ ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞ പോലെ മനസ്സ് അടുത്തിരുന്നത് അകലുമ്പോഴാണല്ലോ വിഷയത്തിന്റെ തുടക്കങ്ങളൊക്കെ വരുന്നത്. അപ്പൊ എപ്പോഴും അത് നിലനിർത്തി കൊണ്ടുപോയാൽ പരസ്പരം തിരിച്ചറിഞ്ഞ്, നമ്മളിപ്പോ പറഞ്ഞത് സ്ത്രീയുടെ കാര്യമായിട്ട് എടുത്ത് പറഞ്ഞെങ്കിലും ഇത് തിരിച്ചും ഉണ്ടാവും. കാരണം എന്താ പറയുക, കുറെ നല്ല ഈ ഭർത്താവ് ആഗ്രഹിക്കുകയാണ് കൊണ്ടുപോകാൻ, പക്ഷെ ഭാര്യ അതിന് വഴങ്ങുന്നില്ല. ഭാര്യ ആ പഠിച്ച ശൈലിയിൽ തന്നെ ചിലപ്പോൾ ഇതിന് മുന്നോട്ട് വരും. കാരണം ഇതിനകത്തുനിന്നൊരു ഒരു വിവാഹ ജീവിതത്തിലൊരു കുടുംബജീവിതം പഠിക്കലും കൂടെ ഉണ്ടല്ലോ. ആ പഠനത്തിൽ എന്തെങ്കിലും പോരായ്മ കണ്ടിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും കൂടെ കഴിയുമ്പോൾ ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും. അൽഹംദുലില്ലാ. വളരെ വിലപ്പെട്ട അറിവുകളാണ് നമുക്ക് സാറ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല എല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.